ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിനില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ടും നമ്മളുടെ ഓരോരുത്തരുടെയും ഭാഗ്യം കൊണ്ടും പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. ഓരോരുത്തരുടെ മനസ്സുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള പാപക്കറകളെല്ലാം കഴുകിക്കളഞ്ഞ് അള്ളാഹുവിന്റെ അരികിലുള്ള പുണ്യം നേടാനും തേടാനും സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള മനുഷ്യർ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന മണിക്കൂറുകളാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള ഈ നിമിഷങ്ങൾ. ആത്മാർത്ഥമായി റബ്ബിന്റെ മാർഗത്തിൽ ഓരോരുത്തരുടെയും കബറ് വിശാലമാവാനും പാരത്രിക ലോകം മെച്ചപ്പെടാനും നിഷ്കളങ്കമായി അനുഷ്ഠിക്കുന്ന ഓരോ ഇബാദത്തുകളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പലപ്പോഴും പരിശുദ്ധ റമദാനിനെ പറ്റി വിശദീകരിക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്ന ഒരു വാക്ക് പുണ്യങ്ങളുടെ പൂക്കാലമാണ് റമദാൻ എന്നുള്ളതാണ്. എങ്ങനെയാണ് പരിശുദ്ധ റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലമാകുന്നത്? ഒരു മനുഷ്യൻ ഇബാദത്തെടുക്കുന്ന സമയത്ത് മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഇബാദത്ത് കാണാനും അറിയാനും സാധിക്കാറുണ്ട്. ഒരാൾ ഈ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുമ്പോ നമുക്കുറപ്പാ അയാൾ നമസ്കരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അയാൾ കഅബാലയത്തിങ്കൽ ചെന്ന് ത്വവാഫ് ചെയ്യുമ്പോ മറ്റൊരാൾക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഇസ്ലാമിലെ മറ്റുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരാളിൽ നിന്നും മറച്ചു പിടിച്ച് ചെയ്യാൻ സാധിക്കാത്തതാണ് ബഹുഭൂരിപക്ഷ ഇബാദത്തുകളും.
പക്ഷെ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നോമ്പൊരിക്കലും മറ്റൊരാളെ കാണിക്കാൻ സാധിക്കുകയില്ല. ഈ ഇരിക്കുന്ന എത്ര പേർക്ക് നോമ്പുണ്ട്, എത്ര ആളുകൾ ആ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്, ഇന്ന് റബ്ബിനല്ലാത്ത ലോകത്ത് മറ്റൊരാൾക്കും അവന്റെ ആത്മാർത്ഥതയോ അവൻ സൂക്ഷിക്കുന്ന ഇസ്ലാമിന്റെ ഭംഗിയോ ഇതൊക്കെ റബ്ബിനല്ലാതെ മറ്റൊരാൾക്കും അറിയാനോ അവനിൽ നിന്ന് അതിൻ്റെതായ പ്രതിഫലം നിശ്ചയിക്കാനോ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, കുല്ലു അമലി ബിനി ആദം യുദാഅഫു, ആദമിന്റെ മക്കൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും ഇരട്ടിയിലധികം പ്രതിഫലമുണ്ടായിരിക്കും. നമ്മൾക്കറിയാം, ഒരാൾ ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം ലഭിക്കും ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ. ഇതുപോലെ ഏത് കർമ്മത്തിനും ഇരട്ടിയിലധികം കൂലി അള്ളാഹു നിശ്ചയിക്കും. ഒരാൾ ളുഹർ നമസ്കരിക്കാൻ വരുമ്പോ ആ സൊഫിലുള്ള എല്ലാവരും നിയ്യത്ത് ളുഹർ തന്നെയാണ്. പക്ഷെ ഓരോരുത്തരുടെയും നമസ്കാരത്തിന്റെ ഭംഗിയും ആത്മാർത്ഥതയും വ്യത്യസ്തമായിരിക്കും. ചിലർ അലസ മനോഭാവത്തോടുകൂടി ചൊറിഞ്ഞും ഫാൻ നോക്കിയും ടൈം നോക്കിയും ഒരു അലസ മനോഭാവത്തോടുകൂടി നിർവഹിക്കും, മറ്റൊരാൾ ഭംഗിയിൽ നിർവഹിക്കും. അതുകൊണ്ട് തന്നെ ഒരു അടിമ ചെയ്യുന്ന അമലുകൾക്കൊക്കെ അള്ളാഹു നിശ്ചയിക്കുന്ന കൂലിയ ഇരട്ടിയിലധികം റബ്ബ് നൽകും എന്ന് പഠിപ്പിച്ചതിന് ശേഷം അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ ഇലാ സബ്അമിഅത്തി വഇഫിൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യുന്ന ഒരു നന്മക്ക് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ അള്ളാഹു കൂലി നിശ്ചയിക്കും. ഒരാൾക്കൊരു പോയിന്റ് റബ്ബ് നിശ്ചയിച്ചിട്ടുള്ളൂ എങ്കിൽ അതേപോലെ സുബഹിന്റെ മുൻപ് ഭക്ഷണം കഴിച്ച് മഗ്രിബിന്റെ ബാങ്കോട് കൂടി നിറക്കുന്ന ഒരു വ്യക്തിക്ക് 1 പോയിന്റ് കിട്ടിയവരുമുണ്ടാകും, 700 പോയിന്റ് കിട്ടിയവരുമുണ്ടാകും. 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ റബ്ബ് കൊടുക്കും. ഖാലല്ലാ, എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇല്ല സൗമി, പക്ഷേ നോമ്പിന് അതിനെത്ര ഇരട്ടി കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനായിരിക്കും. ഫഇന്നഹു ലീ വഅന അജ്സാ ബിഹി, കാരണം അവൻ നോമ്പുകാരനാണോ എന്നറിയുന്നത് ഞാൻ മാത്രമാണ്. എന്നെ ഉദ്ദേശിച്ചിട്ടാണ് അവൻ നോമ്പ് നോൽക്കുന്നത്. നമസ്കാരം ചിലപ്പോ രക്ഷിതാക്കൾക്ക് വേണ്ടി, ആളുകളെ കാണിക്കാൻ വേണ്ടി, മറ്റുള്ള ആളുകൾക്കിടയിൽ എല്ലാവരും പോകുമ്പം ഞാനും പോയി എന്നൊക്കെ ഒരാളുടെ മനസ്സിൽ തോന്നിയാലും നോമ്പ് അത് റബ്ബിന് വേണ്ടി മറ്റൊരാൾക്ക് മുൻപിലും കാണിക്കാതെ അവൻ ചെയ്യുന്ന ഇബാദത്തായതുകൊണ്ട്, ഫഇന്നഹു ലീ, അതെനിക്കുള്ളതായതുകൊണ്ട് ഞാനാണ് അതിന് കൂലി കൊടുക്കുക. യദഉ ശഹ്വതഹു വതുആമഹു മിൻ അജലി, നിശ്ചയിക്കപ്പെട്ടൊരു സമയം വരെ എന്നെ ഓർത്തുകൊണ്ടാണ് ആ അടിമ ഭക്ഷണത്തിൽ നിന്നും അവന്റെ ഇച്ഛകളിൽ നിന്നും മാറി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ് ഒരിക്കലും കേവലം ഒരു അഭിനയമാകരുത്. കാരണം അഭിനയമായി പോയാൽ 2 നഷ്ടങ്ങളാ നോമ്പ് കൊണ്ട് നമുക്കുണ്ടാകുക. ഒന്ന്, വിശപ്പിന്റെ കാഠിന്യം അനുഭവിച്ചു പട്ടിണിയായി കിടക്കേണ്ടി വന്നു എന്നുള്ളത് ഒരു മനുഷ്യന്റെ പ്രയാസമാണ്, അവന്റെ നഷ്ടമാണ്. ഈ പട്ടിണിക്കും ക്ലേശത്തിനും നമ്മുടെ പ്രതീക്ഷ റബ്ബിന്റെ കൂലിയാണെങ്കിൽ ആ കൂലിയും അള്ളാഹു പരലോകത്ത് തടയും. അത് കേവലം അഭിനയമോ ആളുകളെ ബോധ്യപ്പെടുത്താനോ ഇസ്ലാം പഠിപ്പിച്ച ചിട്ടയിലൂടെയോ അല്ല എങ്കിൽ, അതുകൊണ്ട് ഇക്കഴിഞ്ഞ നോമ്പുകൾ അത്രയും നമ്മൾ ഏതവസ്ഥയിലായിരുന്നു എന്ന് കഴിഞ്ഞ വർഷത്തെ നോമ്പിനെ പറ്റി ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരു നോമ്പ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയായിരുന്നു, ഭയഭക്തിയുണ്ടാവാൻ, തഖ്വയോടെ ജീവിക്കാൻ. ഇക്കഴിഞ്ഞ 11 മാസം ആ ഭയഭക്തിയുടെ ഒരു ഫീലിംഗ് നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവരെ തൊട്ട അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയത്, മൻ അദ്റക റമളാന ഫലം യഗ്ഫിറു ദുനൂബ ഫമത, എത്ര നോമ്പുകൾ അവർക്ക് കിട്ടി, പക്ഷെ ഒരു നോമ്പ് കൊണ്ട് പോലും റബ്ബ് നിശ്ചയിച്ച മാറ്റം, ഒരു തിരുത്തൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ ഫമത, പിന്നെ മനുഷ്യരെ നിങ്ങൾക്ക് മാറാനാവില്ല. നമ്മളെ ജീവിതത്തിൽ എനിക്ക് റബ്ബ് തന്ന അനുഗ്രഹീതമായൊരു നിമിഷമാണെന്നും ഒരു പക്ഷേ എന്റെ ജീവിതത്തിലെ അവസാനത്തെ നോമ്പായിരിക്കുമെന്ന ബോധത്തോടുകൂടി ഓരോ നോമ്പും നമ്മളെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കണം.
കഴിഞ്ഞ റമദാനിൽ ഈ പള്ളിയിലുള്ള പല ആളുകളും ഇന്ന് പടച്ചവന്റെ മണ്ണിന്റെ അടിയില. ഈ റമദാനിന്റെ 30ലേക്ക് നമ്മൾ എത്തും എന്നീ ഇരിക്കുന്ന നമ്മളിൽ ഒരാൾക്കും ഗ്യാരണ്ടി പറയാനും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് റബ്ബ് ഓർമ്മപ്പെടുത്തിയതും ഏത് അമലുകൾ പ്രവർത്തിക്കുന്ന സമയത്തും അതിന്റെ അവസാനത്തെ കർമ്മം എന്ന ബോധത്തോടെ നിങ്ങൾക്ക് റബ്ബിന്റെ മുൻപിൽ അത് അനുഗ്രഹിക്കാൻ സാധിക്കണം, റബ്ബിന്റെ മുൻപിൽ അനുഷ്ഠിക്കാൻ സാധിക്കണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ സുംത, നിങ്ങൾ നോമ്പ് നോറ്റിട്ടുണ്ട് എങ്കിൽ ഫൽയസും, ആ നോമ്പ് നിങ്ങളിൽ ഉണ്ടാകണം. സംഉക, നിന്റെ കേൾവിയിൽ ആ നോമ്പുണ്ടാവണം. അതിനർത്ഥം എന്തും കേൾക്കാൻ ഈ നോമ്പ് കാലത്ത് നീ തയ്യാറാവരുത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ റമദാനിൽ തറാവീഹിന്റെ സമയമാകുമ്പോ ചിലരൊക്കെ 7 മണിക്കും അതല്ലെങ്കിൽ അല്പം നേരത്തെ പള്ളിയിലേക്ക് എത്തും. പക്ഷെ പള്ളിയിൽ 5-8 ആളുകൾ കൂടി വെറുതെ സംസാരിക്കുന്നു, പച്ചയിറച്ചി തിന്നുന്നു. ഇബാദത്തിന് പള്ളിയിലേക്ക് നേരത്തെ 10 മണിക്ക് ളുഹർ നമസ്കാരത്തിന് വരുന്നു, പള്ളിയിലിരുന്ന് കൂട്ടം പറയുന്നു, ആളുകളുടെ പരദൂഷണം പറയുന്നു. എങ്കിൽ നോമ്പായാലും അല്ലെങ്കിലും ഫൽയസും, നീ ആ നോമ്പിനെ കൊണ്ട് സൂക്ഷിക്കണം. സംഉക, നിന്റെ കേൾവി ആ നോമ്പിലേക്ക് നീ ഏറ്റുകൊണ്ടുപോകണം. നിന്റെ ചെവിയും നോമ്പെടുക്കണം എന്നാണ് റബ്ബിന്റെ കൽപ്പന. അതോടൊപ്പം വസറുക, നിന്റെ കണ്ണുകളും നോമ്പനുഷ്ഠിക്കണം. നിന്റെ കണ്ണ് നോമ്പിലാവണം, നിന്റെ വയറ് മാത്രം നോമ്പിലായാൽ പോരാ. ഇന്ന് കണ്ണ് പലർക്കും നോമ്പിൽ ഇല്ലാത്തത് കൊണ്ടാണ് ബഹുഭൂരിപക്ഷ സമയങ്ങളും പലരും മൊബൈലിന്റെ മുൻപിലാ. ചില ആളുകൾ ഖുർആൻ ഓതുന്നു എന്നതൊക്കെ ശരിയാണെങ്കിലും ശരി, വെറുതെ ചാനലുകൾ കാണാൻ, റീൽസുകൾ കാണാൻ, ആരോ പടച്ചുവിടുന്ന ഫുഡ് വ്ലോഗുകൾ കാണാൻ, രാത്രിയേക്ക് തീരുമാനമെടുക്കാൻ, ആക്ഷേപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ അല്ല. പക്ഷെ പലരും മണിക്കൂറുകൾ അത്രയും ചെലവഴിക്കുന്നത് മൊബൈലിന്റെ മുൻപിലാണെങ്കിൽ നിന്റെ കണ്ണും നോമ്പ് നോൽക്കണം, നിന്റെ നാവുകളും നോമ്പ് നോൽക്കണം. ഈ പകലാവട്ടെ രാവാവട്ടെ ഏത് സമയത്തും ഒരുപാട് ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കപ്പെടുന്ന സമയമാ. പള്ളിയിൽ പലരും വരുന്നു, ഇതുവരെ വരാത്ത പലരും വരുന്നു. അതിലാണുങ്ങളും സ്ത്രീകളും മക്കളും കുടുംബങ്ങളും ഒക്കെ ഉണ്ട്. പലരും രാത്രി ഉറക്കമൊയ്യുന്നു. പല രാവുകളിലും പകലാക്കിക്കൊണ്ട് രീതിയിലാണ് ഇന്ന് റമദാൻ നമ്മളെ നാട്ടിൽ ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ നാവുകൊണ്ട് പലതും പറഞ്ഞ് ഒരുപാട് ഫിത്നകൾ അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് പോലും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. എങ്കിൽ അവിടെ നോമ്പുള്ളപ്പോഴും അല്ലാത്തപ്പോഴും വലിസാനുക, നിന്റെ നാവും നോമ്പിലാവണം. റബ്ബിനെ ഭയപ്പെടണം. അനിൽ കദിബി, കള്ളവാക്കുകളെ തൊട്ട്, കള്ളത്തരങ്ങളെ തൊട്ട്, വൽ മഹാരിമി, ഹറാമാക്കപ്പെട്ട വിഷയങ്ങളെ തൊട്ട്, അതൽ ജാരി, നീ അയൽവാസിയെ ദ്രോഹിക്കാനും പാടില്ല. ഈ ആയത്തിന്റെ ഹദീസിന്റെ നിർവചനത്തിൽ ഉലമാക്കൾ അത് 2 അർത്ഥത്തിൽ വിശദീകരിച്ചു. ഇതൊക്കെ പറയുമ്പോ എന്തിനാ നബി തങ്ങൾ അയൽവാസിയെ ഇതിന്റെ കൂടെ കൂട്ടിയത്? കാരണം അയൽവാസി പട്ടിണി കിടക്കുമ്പോ നിങ്ങൾ വയറ് നിറച്ച് ഭക്ഷിക്കരുത്, അത് അയൽവാസിയോട് കാണിക്കുന്ന അന്യായമാ. അയൽവാസി പട്ടിണി കിടക്കുമ്പോ നിങ്ങളെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ടെങ്കിൽ, അതിന്റെ മണം പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ചേർത്തിട്ടോ സാധനം കുട്ടിയിട്ടോ നിങ്ങൾ അയൽവാസിയെ കൂടി പരിഗണിക്കണം. കാരണം അത് അവനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇന്ന് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ പല വീട്ടിലും നോമ്പ് തുറകൾ നടക്കാറുണ്ട്. ആ നോമ്പ് തുറ നടക്കുമ്പോ അതിലുള്ള ഭക്ഷണ സാധനങ്ങൾ എടുത്ത് റീൽസ് ഉണ്ടാക്കി സ്റ്റാറ്റസ് വെക്കുന്ന രീതി മറ്റൊരാളോട്, അയൽവാസിയോട്, കുടുംബത്തോട്, പട്ടിണിക്കാരോട് നിങ്ങൾ ചെയ്യുന്ന അന്യായമാ. അത് ചെയ്യരുത് എന്നും കൂടി ഈ ഹദീസിന്റെ നിർവചനത്തിലുണ്ട് എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വാങ്ങാൻ പറ്റാത്ത ദരിദ്രരുണ്ട്, ആരാന്റെ കിറ്റുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. വേലിക്കപ്പുറത്തുള്ള അയൽവാസിയെ പോലും ക്ഷണിക്കാതെ അയൽപ്പക്കക്കാരിയുടെ സ്റ്റാറ്റസ് കണ്ട് ഭക്ഷണത്തിന്റെ ആധിക്യം കണ്ട് വെപ്രാളപ്പെടുന്നുണ്ടെങ്കിൽ നിന്റെ അയൽവാസിയോട് നീ ഒരിക്കലും അന്യായം പ്രവർത്തിക്കരുത് എന്ന് ഈ ഹദീസിന്റെ നിർവചനത്തിൽ ഉലമാക്കൾ രേഖപ്പെടുത്തി. വലാ തജ്അൽ, ഒരിക്കലും വൽയകുൻ അലൈക വഖാറുൻ വസകീനത്തുൻ സൗമു യൗതി, നിന്റെ നോമ്പിന്റെ ദിനത്തിൽ നിന്റെ ജീവിതത്തിൽ അതിന്റെ ഒരു ഗാംഭീര്യം ഉണ്ടാകണം. വഖാറുൻ വസകീനത്തുൻ, അതിന്റെ ഒരു അച്ചടക്കം ഉണ്ടാവണം. നിന്റെ പെരുമാറ്റത്തിൽ, നിന്റെ നാവിൽ, നിന്റെ എല്ലാ രംഗത്തും ആ ഒരു അച്ചടക്കവും ഗാംഭീര്യവും
നീ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം. വലാ തജ്അൽ യൗമ സൗമിക വയൗമ ഫിത്രിക സവാഉൻ. നോമ്പുള്ള ദിവസവും നോമ്പില്ലാത്ത ദിവസവും ഒരേപോലെയായി പോകാനും പാടില്ല. വലാ തജ്അൽ, അങ്ങനെ നീ ആക്കാനേ പാടില്ല. നോമ്പില്ലാത്തൊരു 11 മാസം നീ ജീവിച്ച അതേ രീതിയിൽ നിന്ന് കുറെ ഭക്ഷണം അങ്ങോട്ട് ചെല്ലുന്നു എന്നല്ലാതെ വേറൊരു മാറ്റം എന്റെ ജീവിതത്തിൽ ഇല്ലാത്ത കോലത്തിൽ നോമ്പും നോമ്പില്ലായ്മയും ഒരുപോലെ എന്നുള്ളൊരവസ്ഥയിലേക്ക് നീ കൊണ്ടുപോകാനും പാടില്ല. ഏതൊരു നോമ്പും അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നത് ഇബാദത്തുകൾ മാത്രം കൂടുമ്പോഴല്ല. ആള് ളുഹറിന്റെ ജമാഅത്തിന് വന്നു, എല്ലാ വക്തിനും വന്നു, തറാവീഹിന് വന്നു, എല്ലാ ഖുർആൻ ക്ലാസും കേട്ടു, അവസാനത്തെ 10 ഖിയാമുൽ ലൈൽ ചെയ്തു, ആളുകൾക്ക് 10 കൊടുത്തു, സകാത്ത് കൃത്യമായിട്ട് കണക്ക് നോക്കി കൊടുത്തു. അതും മാത്രമല്ല നോമ്പിന്റെ ഫലപ്രാപ്തി. ആ ഫലപ്രാപ്തി ആയിരുന്നെങ്കിൽ കഴിഞ്ഞ റമദാൻ കൊണ്ട് ഈ റമദാൻ വരെ വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇബാദത്തുകളുടെ പൂർത്തീകരണം മാത്രമല്ല നോമ്പിന്റെ ഫലപ്രാപ്തി, മറിച്ച് അള്ളാഹുവിന്റെ സ്ഥാനം ഭയപ്പെട്ടുകൊണ്ട് തിന്മകളെ നിരാകരിക്കാനുള്ളൊരു മനസ്സ് ഈ മാസം കൊണ്ട് നീ എടുക്കണം. ഈ മാസം കൊണ്ട് നീ നേടിയെടുക്കാൻ പരിശ്രമിക്കണം. തിന്മകളെ നിരാകരിക്കാൻ. ഒരു തെറ്റിന്റെ നേരെ പോകുമ്പോ റമദാനിൽ നീ നാവ് സൂക്ഷിച്ചെങ്കിൽ വരാനിരിക്കുന്ന 11 മാസവും ആ വാക്കുച്ചരിക്കരുത് എന്ന് നിന്നെ പ്രേരിപ്പിക്കേണ്ടത് അത് റമദാനായി പോയി ഇപ്പൊ പറഞ്ഞ പ്രശ്നമല്ല എന്നതല്ല. അന്നെന്റെ റബ്ബെന്നോട് പറഞ്ഞു ആ നാവ് നിന്നെ നാശത്തിലെത്തിക്കുമെന്ന്. ആ റബ്ബിന്റെ സ്ഥാനം അന്നിരിക്കുന്ന അതേ ആകാശത്ത് അന്ന് നോക്കുന്ന അതേ റബ്ബ് 11 മാസവും എന്നെ നോക്കുന്നുണ്ട് എന്ന ആത്മീയ ബോധം. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. വഅമ്മാമൻ ഖാഫ, നീ ഭയപ്പെടണം. ആരെ ഭയപ്പെടണം? മഖാമ റബ്ബിഹി, നിന്റെ റബ്ബിരിക്കുന്ന സ്ഥാനത്തെ തൊട്ട്, ആ റബ്ബ് നിന്നെ അറിയുന്നുണ്ട് എന്ന ബോധത്തെ തൊട്ട് നീ സൂക്ഷ്മതയോടെ ഭയത്തോടെ ജീവിക്കണം. വനഹൻ നഫ്സ അനിൽ ഹവാ, അങ്ങനെ തിന്മകളിൽ നിന്ന് നിന്റെ മനസ്സിനെ നിനക്ക് താങ്ങി നിർത്താനും മാറ്റി നിർത്താനും നിന്നെ കൊണ്ട് സാധിക്കണം. കാരണം ഓരോ സൃഷ്ടികൾക്കും റബ്ബ് കൊടുത്ത ഓരോ ബോധനമുണ്ട്, ഓരോ നിയമമുണ്ട്. ആ നിയമമാ ഇന്ന് ശരിക്കും നമ്മൾ നോമ്പിൽ അനുഷ്ഠിക്കുന്നത്. ആ റമദാനിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ജീവിത രീതിയാണ് ഒരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന്റെ ജീവിത രീതി. റമദാൻ വിടുന്നതോടുകൂടി പിന്നെല്ലാ സംഗീതവും ഹലാല്, ഗാനമേള ഹലാല്, മൂക്കുമുട്ട കള്ളുകുടി ഹലാല്, വലിച്ചു തള്ളല് ഹലാല് എന്നൊരു ബോധത്തിലേക്ക് നീ എത്തുന്നുണ്ടെങ്കിൽ 11 മാസത്തെ നിന്റെ ജീവിതമല്ല ഹക്ക്. ഈ ഒരു മാസത്തെ നിന്റെ ജീവിതമാണ് ഹക്ക്. അതാണ് റബ്ബ് മനുഷ്യന് നൽകുന്ന ജീവിത രീതിയും ജീവിത മാർഗവും. എന്നിട്ട് റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, നീ തേനീച്ചയെ ഒന്ന് നോക്ക്. ജനിച്ചു വീഴുന്ന തേനീച്ചകൾക്ക് തേൻ എവിടെയാണെന്ന് റബ്ബ് ബോധനം കൊടുത്തിട്ടുണ്ട്. അവരവിടെ എത്തും. ഒരിക്കലും തേനീച്ച ബ്രോസ്റ്റിൽ ചെന്ന് തേനെടുക്കാൻ നോക്കാറില്ല, ചാണകത്തിന്ന് തേനെടുക്കാൻ നോക്കാറില്ല. കാരണം തേനീച്ചക്ക് റബ്ബ് കൊടുത്ത ബോധനം പൂവുകളിലുള്ള തേനാണ് നിന്റേത് എന്ന്. അതോടൊപ്പം കാട്ടിൽ ജീവിക്കുന്ന ഒരു സിംഹത്തിന് എത്രയോ കായ്ക്കനികളുണ്ട്, വ്യത്യസ്തമായ ഫലപുഷ്ടിയുള്ളവ, ഭംഗിയുള്ളവ. പക്ഷേ അള്ളാഹു ബോധനം കൊടുത്തു, നിനക്ക് മാംസമാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് മാംസബുക്കായിട്ട് നീ വളരണം. ഇതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് ഓർമ്മപ്പെടുത്തി, ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. റബ്ബ് നിനക്കൊരു ജീവിത രീതി കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ നീ നിന്റെ ജീവിതം സൂക്ഷിക്കണം. നിന്റെ നാവും കണ്ണും പെരുമാറ്റവും സൂക്ഷിക്കണം. നിന്റെ ജീവിതത്തിൽ മറ്റുള്ളവന്റെ പട്ടിണി അറിയണം. നിന്റെ സമ്പത്തിൽ നിന്ന് 2.5% കൊടുക്കണം. നിന്റെ സൃഷ്ടാവിന്റെ മുൻപിൽ നീ കൃത്യമായിട്ട് ഇബാദത്ത് ചെയ്യണം. അത് നിനക്ക് റബ്ബ് തന്ന ബോധനമാ. ആ ബോധനത്തിൽ നിന്ന് നീ നന്ദിയുള്ളവനാകണോ നന്ദി കെട്ടവനാകണോ എന്ന് നീ തീരുമാനിക്കും. അതുകൊണ്ട് റബ്ബ് കാണിച്ചു തന്ന വഴിയിൽ എല്ലാ നന്മയുടെ വഴിയും സ്വീകരിക്കുന്നവൻ ഇമ്മാ ശാകിറൻ, നന്ദിയുള്ളവരിൽ പെടും. എന്നാൽ റബ്ബ് പറഞ്ഞ വഴിയിൽ കേവലം ഒരു മാസം മാത്രം ഇതൊക്കെയാണ് ജീവിതം എന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും 11 മാസവും അതിന്റെ ഒരു ഗുണവും ജീവിതത്തിൽ കാണിക്കാതെ തള്ളിക്കളയുമ്പോ വ ഇമ്മാ കഫൂറ, യഥാർത്ഥത്തിൽ റബ്ബിനല്ല കുറവ് വരുന്നത്, നീ സ്വയം നശിക്കുകയാണെന്നും നീ കാഫിറാവുകയാണെന്നും അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി ബോധ്യപ്പെടുത്തി തന്നു. പരിശുദ്ധ റമദാനാവട്ടെ മറ്റേത് ഇബാദത്തുകളാവട്ടെ അത് മറ്റൊരാളെ കാണിക്കാനുള്ളതല്ല, മറിച്ച് അത് ഹൃദയത്തിൽ ഒരു മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കേണ്ടതാ. അതുണ്ടാക്കിയെടുക്കാൻ മനുഷ്യന്റെ കണ്ണുകളും ചെവികളും മറ്റെല്ലാ അവയവങ്ങളും നിയന്ത്രിക്കപ്പെടുന്ന ഒരു മാസമാണ് റമദാൻ. കണ്ണുകൾ നിയന്ത്രിക്കുമ്പോ
അവന്റെ ഹൃദയമുണരണം, അവന്റെ കൽബുണരണം. അവന്റെ ചെവികൾ നിയന്ത്രിക്കപ്പെടുമ്പോ അവന്റെ ഹൃദയമുണരണം. അവന്റെ കൈകാലുകളും അനുവദിക്കപ്പെട്ട ഭാര്യ മുൻപിലുണ്ടെങ്കിലും വികാരത്തിന് ചൂട് പിടിക്കുമ്പോഴും അവന്റെ ഹൃദയമുണരണം. അങ്ങനെ സൂക്ഷ്മതയും തെറ്റിൽ നിന്ന് തിരുത്തി നന്മയിലേക്ക് പോവാനുള്ള ഒരവസരമായിട്ട് റമളാനിനെ നിങ്ങൾ കാണുമ്പോ ആ മാറ്റം ഇനി അങ്ങോട്ടുള്ള 11 മാസവും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും. അല്ല കേവലം ഒരു അഭിനയം മാത്രമാണ് എങ്കിൽ റമളാൻ പോകുന്നതിനനുസരിച്ച് നമ്മളെ അമലുകളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. മാറ്റമില്ലാത്ത രീതിയിൽ അനവധി റമളാനുകൾ ജീവിച്ചു തീർത്തിട്ടും നാളെ റബ്ബിന്റെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു വല്ലാത്ത പരാജയവും ഒരൊറ്റ റമളാൻ കൊണ്ട് തന്നെ നാഥന്റെ സ്വർഗത്തിന്റെ വാതിലുകളിലേക്ക് എത്തിപ്പെടുന്ന അനുഗ്രഹീതമായ മനുഷ്യ ജീവിതവും തമ്മിൽ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്കെന്തും ഉപകാരപ്പെടുന്നതും നമ്മളെ പട്ടിണി പോലും നമുക്ക് അല്ലാന്റെ അടുത്ത് ഗുണമായി മാറുന്നതും. ആ തിരിച്ചറിവോടുകൂടി ഹൃദയത്തിന്റെ മാറ്റത്തോടെ കൽബിന്റെ പ്രവർത്തനത്തോടുകൂടി നാഥനിലേക്ക് അടുക്കാൻ ഈ പരിശുദ്ധ റമളാൻ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു അനുഗ്രഹിച്ചു നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹൻ നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു കാര്യം അള്ളാഹു നമ്മളെ ഏൽപ്പിക്കുമ്പോൾ അത് നമ്മിൽ നിന്ന് എത്രമാത്രം പ്രതീക്ഷയോടെയാണ് റബ്ബ് സ്വീകരിക്കുക എന്ന് ബോധ്യപ്പെടണമെങ്കിൽ നമ്മൾ ഒരു കാര്യം മറ്റൊരാളെ ഏൽപ്പിച്ച്, അല്ലെങ്കിൽ നമ്മളെ മറ്റൊരാൾ ഒരു കാര്യം ഏൽപ്പിച്ച് അത് തിരിച്ചു കൊടുക്കുമ്പോഴുണ്ടാകുന്ന നമ്മളെ മാനസികാവസ്ഥയെ പറ്റി നമ്മൾ ചിന്തിക്കണം. ഉദാഹരണമായി, ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി നമ്മളോട് ചില ആളുകൾ ആവശ്യപ്പെട്ടു. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവർ തന്നു. ആ വീടിന്റെ പ്രവേശന ദിവസം അതിന്റെ ചാവി അയാളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകും, റബ്ബേ, അയാൾക്ക് ഇതിനെ തൊട്ടൊരു മോശം തോന്നരുതേ, പൂർണ്ണ തൃപ്തിയോടെ അയാൾ അത് സ്വീകരിക്കണേ. ഏതൊരു മുതലാളിയും ഏതൊരു തൊഴിലാളിയും ഒരു ഉൽപ്പന്നം തന്റെ മുൻപിലേക്ക് കൊടുക്കുമ്പോ മനസ്സറിഞ്ഞു പറയാറുണ്ട്, അയാൾക്ക് ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു, അയാൾക്കൊന്ന് തൃപ്തിയായാൽ മതിയായിരുന്നു. അവരുടെ മുഖഭാവത്തിൽ നിന്നും തൃപ്തിക്കുറവ് കാണുമ്പോ തന്നെ നമ്മളെ ഉള്ളു പടയാനും തുടങ്ങും. അത് കുടുംബത്തിലെ ഭാര്യമാരുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ അവരാഗ്രഹിക്കുന്നത് പോലെ. ഇതുപോലെയാണ് റബ്ബിന്റെ ഏത് ഇബാദത്തിനെ പറ്റിയും അല്ലാഹു തആല മനുഷ്യരോട് ഓർമ്മപ്പെടുത്തിയതും. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് റബ്ബ് പറഞ്ഞു, ഇബ്രാഹിം, കഅബ ഒന്ന് പുതുക്കി പണിയണം. മകൾ ഇസ്മായിൽ നബിയോടൊപ്പം കഅബയുടെ പല ഭാഗങ്ങളും കല്ല് ചുമന്ന് ചെറിയ വിരിപ്പിലേക്ക് കല്ല് വെച്ച് അത് ചുമന്നെടുത്ത് കൃത്യമായി ആ കഅബയുടെ ഒരു രൂപം അല്ലെങ്കിൽ ഒരു കോലം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുണ്ടാക്കി. ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ, ഇത്രയേറെ ഞാൻ കഷ്ടപ്പെട്ട് ഞാനും കുടുംബവും ഉണ്ടാക്കിയ ഇതിനെ ജനങ്ങൾ അവഗണിക്കുകയും മറന്നുകളയുകയും ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു റബ്ബേ. അള്ളാഹുവിന്റെ കൽപ്പന വന്നു, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി. ഇല്ല ഇബ്രാഹിം, എന്നെന്നും താങ്കളെ ഓർക്കാൻ വേണ്ടി ആ കഅബയെ ഞാനൊരു അടയാളമാക്കും. ഹജ്ജ് എന്ന കർമ്മം കൊണ്ട് ഞാൻ ജനങ്ങളെ ആ കഅബയിലേക്ക് എത്തിക്കും. അങ്ങനെ ഇബ്രാഹിം നബിക്ക് അള്ളാഹു കൊടുക്കാനുള്ള കാരണം, ഈ കഅബാലയം നിർമ്മിച്ച ഉടനെ റബ്ബ് പറഞ്ഞ സമയം, റബ്ബ് പറഞ്ഞ സ്ഥലത്ത്, റബ്ബിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ആ കഅബാലയം ഉണ്ടാക്കിയ ഉടനെ തന്നെ ഇബ്രാഹിം നബി പറഞ്ഞു, റബ്ബനാ തഖബ്ബൽ മിന്നാ, ഇത് സ്വീകരിക്കണട്ടോ റബ്ബേ. ഈ പറഞ്ഞിട്ടാ ഞാനിത് ചെയ്ത്, നീ പറഞ്ഞ രീതിയിലാണ് ഞാൻ ചെയ്ത്, നീ അത് കണ്ടോണ്ടിരിക്കുന്നവനാണെന്നും എനിക്കറിയാം. എന്നാലും റബ്ബേ തഖബ്ബൽ മിന്നാ, നീ എന്നിൽ നിന്നിത് സ്വീകരിക്കണം. നമ്മൾ ഈ നോമ്പ് നോൽക്കുന്നത് റബ്ബിനാ, നമ്മൾ നോമ്പുകാരനാണോ എന്നറിയുന്നതും റബ്ബിനാ, നമ്മൾ ചെയ്യുന്ന സർവ്വ അമലുകളും റബ്ബിനാ എന്ന് കരുതി ഇത് സ്വീകരിച്ച് ഉറപ്പാ റബ്ബ് ഇത് സ്വീകരിക്കും എന്നുറപ്പില്ല.
അവിടെ നമ്മൾ പ്രാർത്ഥിക്കണം ഓരോ സെക്കൻഡും, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. റബ്ബേ, നീ ഇത് സ്വീകരിക്കണം നാഥാ, നീയാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും, നീയായതുകൊണ്ട് റബ്ബേ എന്നിൽ നിന്നും നീ അത് സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമ്മളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം, നോമ്പൊരിക്കലും വയറിൻ്റെതല്ല, അത് മനസ്സിൻ്റെതാവണം. സാന്ദർഭികമായിട്ട് പറയുകയാ, ആക്ഷേപിക്കലോ വളരുന്ന തലമുറയോടുള്ള വെറുപ്പോ കുറ്റപ്പെടുത്തലോ ആയിട്ടിന്റെ വാക്കിനെ കാണരുത്. നമ്മൾ ഓരോ തെരുവോരങ്ങളിലും ഭക്ഷണങ്ങൾ ഏറെ കൂടിക്കൊണ്ടിരിക്കുകയാ. ഇക്കഴിഞ്ഞ 3 മാസത്തിന്റെ ഇടയ്ക്ക് ലോകത്ത് മറ്റെവിടെയുമില്ലാത്ത നിലക്ക് വൃക്കരോഗികളും ആമാശയ ക്യാൻസറിന്റെയും ഹബ്ബായി മാറി നമ്മളെ ജില്ല. പലരും വായിച്ചിട്ടുണ്ടാവില്ല. യൂറോപ്യൻ രാജ്യത്തുള്ള 10ഓളം കമ്പനികൾ കേരളത്തിലെ മലബാർ മേഖലകളിലുള്ള 12ഓളം സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അത്രയേറെ വൃക്കരോഗികളും ആമാശയ ക്യാൻസറുകളും ഉദര രോഗങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു അനിയന്മാരോട്, ഒരു കുടുംബത്തോട് പറയുന്നത് പോലെ സൂചിപ്പിക്കുകയാണ്. ഓരോരുത്തരും അവനവന്റെ ലാഭം മാത്രം നോക്കി പലതും പുരട്ടി വെക്കുമ്പോ ഒഴിഞ്ഞ വയറിലേക്കും നിറഞ്ഞ വയറിലേക്കും പട്ടിണി കിടക്കുന്ന വയറിലേക്കും അതിന്റെ ഒരു നിയമത്തിനനുസരിച്ച് പോകുന്ന ശാരീരിക അവസ്ഥയിലേക്കും മനുഷ്യന്റെ ആമാശയങ്ങൾ ദ്രവിപ്പിച്ച് കളയുന്ന പലതും വാങ്ങി തിന്ന് രാവ് വെളുപ്പിക്കുമ്പോ, രാവ് പകലാക്കുമ്പോ ഓർമ്മിക്കണം, ഇതൊക്കെ ഈ ദുനിയാവിൽ നമ്മൾ വരുത്തിവെച്ച ഫിത്തിന കൊണ്ടേ ഇസ്ലാമും ഇസ്ലാമിലെ ഇബാദത്തുകളും നശിച്ചു തുടങ്ങിയിട്ടുള്ളൂ. റബ്ബിനെ കൊണ്ടും റബ്ബ് കൽപ്പിച്ചതിനെ കൊണ്ടും ഇസ്ലാം നശിച്ചിട്ടുമില്ല, ഇസ്ലാം ഇടങ്ങേറായിട്ടുമില്ല. നമ്മൾ വരുത്തി വെക്കുന്ന ഫിത്തിനകളെ കൊണ്ടേ നമ്മളും നശിച്ചിട്ടുള്ളൂ, മതവും നശിച്ചിട്ടുള്ളൂ. അതാണ് റബ്ബ് പറഞ്ഞത്, ഈ ദീനും മനുഷ്യനും നശിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണമേ ഉള്ളൂ, ഐദിന്നാസ്, അതിന്റെ പിന്നിലും മനുഷ്യന്റെ കരങ്ങൾ തന്നെയാ. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയതും, കമ്മിൻ സായിമിൻ, എത്രയെത്ര നോമ്പുകാരാണ്, ലൈസ മിൻ സിയാമിഹി ഇല്ല ജൂഇ വൽ അത്ഷ്, പട്ടിണിയും പരിവേഷവുമല്ലാതെ ക്ലേശതയുമല്ലാതെ വേറൊന്നും സമ്പാദ്യമല്ലാതെ പടച്ചോന്റെ അടുത്തെത്തുന്ന എത്രയെത്ര നോമ്പുകാരാണ്. നമ്മളെ പട്ടിണിയും ക്ലേശവും നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇത് വെറുതെയും കൂടി ആയിരുന്നു എന്നറിയുമ്പോ എത്രയെത്ര വിഡ്ഢികളാണ് അള്ളാന്റെ മുൻപിൽ പുനർജീവിപ്പിക്കപ്പെടുന്നത് എന്ന് ഈ ഹദീസിനെ നമ്മളൊന്ന് മാറ്റി വായിക്കണം. ആ വിഡ്ഢികളുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാൻ ഈ പറഞ്ഞതിനൊന്നും കഴിക്കരുത്, വീട്ടിൽ തിന്നാൻ പാടുള്ളൂ എന്നിന്റെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കരുത്. പക്ഷേ ഏറെ അപകടകരമായ രീതിയിൽ വെറൈറ്റി വേണമെന്നൊരു ചിന്തയിൽ മാത്രം പരക്കം പായുമ്പോ വീട്ടിൽ തേത് മതിയാകാതെ രാത്രി എന്നാൽ നോമ്പിന്റെ രാവ് പകലാക്കാനുള്ളതാണെന്നും പകല് കുറെ കിടന്നുറങ്ങാനുള്ളതാണെന്നും നേരത്തിന് തിന്നാനൊന്നും നോക്കണ്ടല്ലോ എന്നുള്ളൊരു ധാരണയിലാണെങ്കിൽ പടച്ചോൻ ഈ ദുനിയാവിൽ തന്ന ആയുസങ്ങ് കഴിഞ്ഞു പോകും. ആഖിറത്ത് ചെല്ലുമ്പം വട്ടപൂജ്യമായിട്ട് റബ്ബിന്റെ മുൻപിൽ നമ്മൾ ഉണ്ടാകൂ. അതില്ലാതിരിക്കാൻ ഈ പരിശുദ്ധ റമളാനിനെ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബെ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി എല്ലാവർക്കും നീ പുറത്ത് ഈ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷവും സമാധാനവും നൽകണമേ. നാദാ, മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് ഇണകളുണ്ട് റബ്ബെ. മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. നാദാ, ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ മനസ്സ് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ബന്ധങ്ങളുണ്ട്. ആരുടെ സ്വഭാവത്തിനാണ് റബ്ബെ മാറ്റമുണ്ടാകേണ്ടത്, ആ മാറ്റം കൊടുത്ത് പരസ്പരം സ്നേഹത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അള്ളാഹുവെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. അങ്ങേയറ്റം അസുഖം ബാധിച്ച് ഐസിയുവിലടക്കം കിടക്കുന്ന ആളുകൾ, നാദാ, ഏറ്റവും ഹൈറായത് എന്താണോ ആ ഹൈറായതിലേക്ക് ആരോഗ്യം കൊണ്ടും ക്ഷമ കൊണ്ടും സമ്പത്ത് കൊണ്ടും ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. നാദാ, ഒരുപാട് മഈശത്തുകൾ, നല്ല ജോലികൾ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുണ്ട് റബ്ബെ. റബ്ബിനെ ഭയപ്പെട്ട് ജീവിച്ച്
അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട മഈഷത്തോടു കൂടി ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ നാഥ. കടബാധ്യതയിൽപ്പെട്ടും ഹറാമായ ലോണ് പോലെയുള്ള പലിശ ഇടപാടിലും അബദ്ധം കൊണ്ട് പെട്ടുപോയവരുണ്ട് നാഥ. എല്ലാ ബാധ്യതകളും തീർത്ത് ഹലാലായ നിലക്ക് ജീവിച്ചു മരിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. ഞങ്ങളെ നാടിനെയും സമൂഹത്തെയും കാർന്നു തിന്നുന്ന ഭൂരിപക്ഷ ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്നും വർഗീയതയിൽ നിന്നും നാടിനെയും ഞങ്ങളെയും വിശ്വാസത്തെയും നീ സംരക്ഷിക്കണമേ റബ്ബേ. ലോകത്തിന്റെ നാനാഭാഗത്ത് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗസയടക്കം മ്യാൻമർ അടക്കമുള്ള ഞങ്ങളുടെ സഹോദര വിശ്വാസികൾക്ക് ആത്യന്തികമായ സഹായവും സംരക്ഷണവും കൊണ്ട് ഓരോരുത്തരോടും നീ കാരുണ്യം കാണിക്കണമേ നാഥ. ഈ പരിശുദ്ധ റമദാനിനെ ഏറ്റവും ഭംഗിയായി ജീവിതത്തിൽ ഉൾക്കൊള്ളാനും ആ മാറ്റം കൊണ്ട് മരണം വരെ അള്ളാഹുവിന്റെ തൃപ്തിയോടെ ജീവിക്കാനും സാധിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.